ചിലർ ചോദിച്ചൊരു സംശയം, ഈ സുരേഷിന് വെനമിന്റെ കച്ചവടമുണ്ട്. എന്താ എന്റെ ഉദ്ദേശം? പട്ടണത്തിൽ എങ്ങനെയാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ചിരിക്കണം. എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? ഒരു പാമ്പിനെ പിടിച്ച് വഴിയിൽ വെച്ച് വെനം എടുത്തു കഴിഞ്ഞാൽ ആ പാമ്പിന്റെ വെനത്തിന് എത്ര രൂപ വിലയുണ്ടെന്നും, കിലോ പാമ്പിന്റെ വെനം വേണമെങ്കിൽ എത്ര പാമ്പ് വേണമെന്നും അറിവില്ലായ്മ കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, സ്വന്തം കുടുംബത്തിലുള്ള ഒരു ലേഡീസിന്റെ തുണി മാറി എന്തിനാണ് വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയുള്ളവരാണ് ഞങ്ങളെ പോലുള്ളവരെ ഇങ്ങനെ വിമർശിക്കുന്നത്. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. ബോധവൽക്കരണം ആവശ്യമായി വരും. അതെ സാർ, ചില സമയങ്ങളിലെങ്കിലും തെറ്റായ ചില ബോധവൽക്കരണ ശ്രമങ്ങൾ സുരേഷിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയം. ആക്കല്ലേ, തൊഴിൽ രഹിതരെ ആക്കല്ലേ, ഇത് മനഃപൂർവ്വമാണ്. സംസ്കൃതം സംസാരിക്കുന്നു എന്ന രീതിയിൽ ചോദ്യം മനസ്സിലായില്ല. നമുക്കത് കണ്ടിട്ട് വരാം. ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. മലയാളമല്ല, സംസ്കൃതമാണ്. നമുക്ക് കേൾക്കാം, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നിനക്കൊക്കെ രണ്ട് പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കൂറ മലമങ്കി. നീ ഒരു ഹിമാലയ ഫ്രോഡാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ അടുത്ത് നമ്പർ ഇറക്കിയാലുണ്ടല്ലോ, നിന്നെ മടക്കി ഒടിച്ച് ചുരുട്ടി കൂട്ടും ഞാൻ. ചുമ്മാ തള്ളിയതാണോ? അവന് മര്യാദയ്ക്ക് സംസാരിച്ചോളൂ. ദേഷ്യം ഉണ്ടെങ്കിൽ പ്രഷറിന്റെ ഗുളി വാങ്ങി ഹോർലിക്സ് ഇട്ട് അടിച്ച് കുടിക്കാൻ പറ. പാമ്പ് സംസ്കൃതമാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അത് മലയാളമാണെന്നോ ഇംഗ്ലീഷ് ആണെന്നോ പറയാൻ മറ്റാർക്കെങ്കിലും കഴിയുമോ? മനസ്സിലായോ? ഞരമ്പല്ല ഞാൻ. ഇപ്പൊ മനസ്സിലായല്ലേ? ഭാഷ സംസാരിക്കുന്നു എന്ന് പറയുന്നത് അതൊരു കൗതുകമാണെന്ന് ചിന്തിക്കാനുള്ള കാര്യം നമ്മുടെ ആൾക്കാർക്കില്ല. അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ?